Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് XUV ലാണ്. അപ്പോൾ XUV ഇതുവരെ എത്തിയ സ്റ്റാർട്ടസ് എന്ന് പറഞ്ഞാൽ ആദ്യം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് തന്നെ ആദ്യം പോയി കാണുക. കാരണം ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനിൽ കിടക്കായിരുന്നു. ആ വണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത്. കാരണം സീറ്റൊക്കെ സെറ്റിംഗ് ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ഇത് വണ്ടി വാഷിംഗിൽ നിന്ന് ഞാൻ നേരെ ഗാരേജിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ നമ്മൾക്കിപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ചോദ്യമാണ് XUV എവിടെയെന്ന്. XUV നമ്മളുടെ ഈ ഒരു കോലമായി മാറിയിട്ടുണ്ട് കേട്ടോ. വണ്ടി വേറെ ഒന്നല്ല, വണ്ടി ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തു. വാഷ് ചെയ്താലും നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കണമെങ്കിൽ കണ്ടോ ചെറിയ കരിമ്പം പിടിച്ച ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനി നമ്മൾക്ക് ഫുള്ളും പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ പോളിഷും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു എന്നുള്ളൂ. ഇത് ഫൈനലായിട്ടുള്ള വീഡിയോ ഞാൻ ഇനി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് മാത്രമല്ല കേട്ടോ വാഷ് ചെയ്തിട്ടുണ്ട്. ഇന്നറിൽ ഫുൾ അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഡാഷ്ബോർഡൊക്കെ ഈ റേഞ്ചായിട്ട് ഇനിയിപ്പോൾ ഇത് കളയണമെങ്കിൽ നമ്മൾക്ക് ഫോം വാഷ് ചെയ്യണം. ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാക്കി മാറിയിട്ടുണ്ട് കേട്ടോ. XUVയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. തുരുമ്പിൻ്റെ ഇഷ്യൂ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് വണ്ടി ആകെ തുരുമ്പിടിച്ച് തവിടെവിടെ പോയിട്ടുണ്ടാവുമെന്ന്. അങ്ങനത്തെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ വെറും പറച്ചിൽ മാത്രമാണ്. കാരണം നമ്മൾ ഏകദേശം ഒരു 1.5 വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് നമ്മളിവിടെ വണ്ടി കിടക്കുന്നത്. കാരണം എൻ്റെ കല്യാണത്തിന് മുമ്പ് വന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഇവിടെ വണ്ടി കിടക്കുന്നത്. അപ്പോൾ ആ വണ്ടി നമ്മൾ വീണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതിന് നൈറ്റ് വരാമെന്ന് പറഞ്ഞാൽ വിഷമമാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ ഇപ്പോൾ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് വണ്ടി കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾക്ക് ഇനിയിപ്പോൾ ബാക്കിയുള്ള സെറ്റിങ്സുകൾ ഇന്നറിലുള്ള സെറ്റിങ്സ് തീർക്കുക. സീറ്റ് അവിടെ ഉണ്ട്, സീറ്റൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം വണ്ടി പോളിഷ് ചെയ്യാതെ ഈ ഒരു കറകൾ കണ്ടോ ഫോക്കസ് ചെയ്ത് ചെറിയ രീതിയിൽ കരിമ്പൻ്റ് ആയതുണ്ട്. അപ്പം അന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടി അടിപൊളിയായി മാറുന്നതാണ് കേട്ടോ. പഴയ XUV എങ്ങനെ അതിനെക്കാട്ടും അടിപൊളിയാവും. കാരണം വണ്ടി പെയിൻറ്റിങ് കംപ്ലൈൻ്റ് ആയിരുന്നു മുന്നേ വണ്ടിക്ക്. അപ്പോൾ അതെന്തായാലും ക്ലിയർ ചെയ്തല്ലോ. പെയിൻറ്റിങ് 1.5 വർഷമായാലും പെയിൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഇല്ല കേട്ടോ. അതാണ് നമ്മളുടെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. അപ്പോൾ റോട്ടിലല്ല വണ്ടി ഓടിക്കണത്, അത് തന്നെ വീഡിയോ എടുക്കണത്. വാഷിൻ്റെ അടിക്ക് ഇടാം. എഞ്ചിൻ റൂം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എഞ്ചിൻ റൂം വാഷ് ചെയ്ത് തിരിച്ച് ഞാൻ ഗാരേജിലേക്ക് വണ്ടി കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഗാരേജിൽ എത്തിയിട്ട് നമുക്ക് കാണാം കേട്ടോ. XUV നമ്മളെ ഗാരേജിൻ്റെ മർദ്ദം കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യാൻ നിൽക്കണില്ല, കാരണം വർക്ക് ഇത്തിരി ലോഡ് കൂടുതലുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഫൈനൽ പോളിഷും കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ ബൂത്തിൽ നമ്മളുടെ ഇവിടെ ഒരു സിൽവർ കളർ ഇന്നോവ ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ് ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഫൈനലായിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് 1E7 എന്ന് പറഞ്ഞ കളർ അടിക്കണത് സ്ഥിരം വീഡിയോ കാണാർക്ക് അറിയാം. സിൽവർ 1E7 നമ്മളിവിടെ അടിക്കാറുള്ളത്. സെന്നെ നമ്മൾക്ക് വന്നിരിക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഇത് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി നമ്മൾ അകത്തേക്ക് കയറ്റാം വർക്കിന് വേണ്ടിയിട്ട്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യില്ല, നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ വർക്ക്. അപ്പോൾ അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം മോർണിംഗിൽ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളും. സെന്ന് എന്ന് പറയുമ്പോൾ ശരിക്കൊരു വികാരം തന്നെയാണ് കേട്ടോ. കാരണം ആദ്യകാലങ്ങളിൽ സ്പോർട്ടി ടൈപ്പ് വണ്ടി എന്നൊക്കെ പറയുന്ന സെന്ന തന്നെയായിരുന്നു. വണ്ടി ഇരുന്നുള്ള ഇതിൻ്റെ കീഴിലൂരൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. കഴിഞ്ഞൊരു വണ്ടി വന്നപ്പോഴും അതിൻ്റെ കീഴിലൂരും കാണാൻ രസമുണ്ടായിരുന്നു. സെന്ന ശരിക്കും പറഞ്ഞാൽ പിള്ളേർ സെറ്റ് ശരിക്കും സെന്ന് പണിയുന്നുണ്ട് കേട്ടോ. പൈസ മുടക്കുന്നുണ്ട്. AC ഇല്ല, ബ്ലോവറൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്. AC ഉണ്ട്. ഇപ്പം ഇതെന്താ സംഭവം നോക്കണമല്ലോ. വാവ്, ബ്ലോവർ ഇട്ടോ, സെപ്പറേറ്റ് ബ്ലോവർ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഗിയർ നല്ല രസമുണ്ട്. ഈ ഒരു ടൈപ്പ് ഗിയർ നീറ്റ് വണ്ടിയാണ് കേട്ടോ. കണ്ടിട്ട് തന്നെ പക്ക നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് അകത്തേക്ക് കയറ്റിയിടാം. പവർ സ്റ്റിയറിംഗ് അല്ല,
ഇപ്പോൾ ബ്ലാക്ക് അടിച്ച വണ്ടിയും പവർ സ്റ്റിയറിംഗ് ആയിരുന്നില്ല, പക്ഷെ വണ്ടി ഓടിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഞാൻ ഓടിച്ചു നോക്കിയില്ല, കാരണം നേരെ ഗാരേജിലായിരുന്നു. ഗാരേജിൽ അപ്പോൾ തന്നെ നമ്മളുടെ ബമ്പറും കാര്യങ്ങളെല്ലാം റിമൂവ് കഴിഞ്ഞു. വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മളുടെ ഒരു വർക്കർ കോവിഡ് പോസിറ്റീവായി. ഒരു വർക്കർ കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്നിട്ട് പറയാം മറ്റുള്ളവർക്ക് പ്രശ്നമാണ്. പക്ഷേ ആ ഒരു വർക്കറുടെ അമ്മ മരിച്ചാണ് കാരണം ആ വർക്കർ ഏകദേശം ഒരു 4 ദിവസത്തോളം ഗാരേജിൽ ഉണ്ടായിരുന്നില്ല. അത് കാരണം വലിയ ഇഷ്യൂ ഇല്ല, അല്ലെങ്കിൽ മൊത്തം അടച്ച് കൂട്ടിയിടേണ്ട അവസ്ഥ വന്നേനെ. പക്ഷെ എന്നാലും 2 ആൾ വാക്സിൻ എടുത്തിട്ടില്ല നമ്മളുടെ ഇവിടെ. അവരോട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ വരുന്നില്ല. അപ്പോൾ നിലവിൽ ഇപ്പോൾ 3 വർക്കേഴ്സിനെ വെച്ചിട്ട് ഉള്ള പെയിൻറ്റിങ് ചെയ്യണം. പക്ഷേ മറ്റന്ന് 24-ാം തീയതി എല്ലാം ഓക്കെ ആവും കേട്ടോ. ചെന്നെ കയറ്റാൻ കുറച്ച് പ്രയാസമുണ്ട്, രണ്ടും കൂടി നടക്കില്ല. ഞാനേ ഇതവിടെ വയ്ക്കാം. പിന്നെ നമ്മളിവിടെ തിളച്ചിട്ടുണ്ട്, അവിടെ ഒതുക്കിയിട്ടുണ്ട്. വേറെ മേജറായിട്ടുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ് കേട്ടോ. ചില സമയങ്ങളിൽ സെന്നെ തുരുമ്പുള്ളതും വരുന്നുണ്ട്. പക്ഷേ ഈ വണ്ടികളൊക്കെ പക്ക നീറ്റാണ്. അതായത് ഇവിടെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്, പക്ഷേ വേറെ വശങ്ങളിലോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഗോൾഡൻ കളർ ഇന്നോവ, ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം തീർത്തിട്ടാണ്. ഓക്കെ, പ്രൈമർ കോട്ട് കഴിഞ്ഞ വണ്ടിയാണ്. ഇനി സെറ്റിങ് കഴിഞ്ഞ സ്ഥിതിക്ക് പെട്ടെന്ന് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിയും. അതേപോലെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കാട്ടിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. ആ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടിക്ക് കിടന്ന് നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമ്മളുടെ പെയിൻ്റാണ് ഇട്ട് കുറച്ചിട്ടാണത്. പക്ഷേ ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ടച്ച് ചെയ്യണം. അപ്പോൾ അതിന് ആ പാനൽ ഫുള്ളായിട്ട് അടിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഇന്നറിൽ ജോയിൻറ്റുകളിൽ തുരുമ്പിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഓയിൽ പ്രൈമർ അടിച്ചു. അതേപോലെ ഈ ഒരു ഫെൻഡർ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതടിക്കണം. ഒരു ഫെൻഡർ അടിക്കണം. അതേപോലെ ഡോറിൻ്റെ ഈ ഒരു സൈഡ് കോർണറിൽ ഇവിടെ വന്ന് എന്തോ ഇടിച്ചിട്ട് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ടച്ച് ചെയ്യുന്നുണ്ട്. ബാക്കി പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും കേട്ടോ. പിന്നെ ഈ ബാക്ക് സൈഡിൽ ഇവിടെയും തുരുമ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അതും പീസ് വെച്ച് ഓയിൽ പ്രൈമർ അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഭാഗം ടച്ച് ചെയ്തിട്ട് ഫുൾ പോളിഷ് ചെയ്താൽ വണ്ടി ക്ലിയർ ആവും. പോളിഷ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു ഡോർ നിങ്ങൾ കാണാം, ഈ ഒരു ഡോറ് പോളിഷ് ചെയ്തതാണ്. ഞാൻ ഒരിക്കലും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പോൾ ബാക്കിയുള്ള ഏരിയ നമ്മൾ ഫുള്ളായിട്ട് ബഫ് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുന്ന കംപ്ലയിൻസ് ഉള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 3 വർഷം 8 മാസമായ വണ്ടിയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അത് ക്ലിയർ ചെയ്യണം കേട്ടോ. നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ, ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ. കാരണം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് അത് പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ബമ്പർ പുതിയത് വയ്ക്കാനുണ്ട് അതിൻ്റെ. പിന്നെ നമ്മൾ ഈ വണ്ടി എടുത്തുകൊണ്ട് വരുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവർ ആദ്യം കണ്ടിട്ട് ഈ വീഡിയോ കാണുമ്പോഴാണ്, ഈ ഒരു വ്ളോഗ് കാണുമ്പോഴാണ് അതിൻ്റെ ഈ വണ്ടിയുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണതെന്നുള്ളത്. അപ്പോൾ അതൊന്ന് കണ്ടേക്ക് കേട്ടോ. ഇപ്പോൾ ഫ്രണ്ടേജും ഭാഗങ്ങളൊക്കെ പ്രൈമർ അടിച്ചു, വൈറ്റ് പ്രൈമർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പെയിൻറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് നിലവിൽ ഒരു യെല്ലോ ഷെയ്ഡുള്ള പേൾ വൈറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ ഇത്ര കാലം കിടന്ന കാരണം അതിൻ്റെയും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും കളറിൽ. ഇത്ര കാലം മഴയും വെയിലും എല്ലാം കൊണ്ട് കിടന്നു, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾക്കത് മിക്സ് ചെയ്ത് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വണ്ടി ഇതേ ക്ലിയറൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു എൻഡ് വരെ ക്ലിയർ അടിച്ചു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് ഇങ്ങനെ ചെയ്തു. അതേപോലെ ഈ ഒരു ക്വാർട്ടറും നമ്മൾ ഈ ഒരു രീതിയിൽ ഫുള്ളായിട്ട് തന്നെ ക്ലിയർ അടിച്ചു. ഇവിടം വരെ അടിച്ചു. ഫെൻഡേജ് മൊത്തത്തിൽ 2 ഫെൻഡറും ബോണറ്റും ക്ലിയർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബമ്പറും 2 പുതിയ ബമ്പറും പെയിൻ്റ് അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്.
1001 എന്ന് പറഞ്ഞ നമ്പറിലുള്ള വണ്ടിയാണ് കേട്ടോ. കസ്റ്റമർ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രൈമർ കോട്ട് കഴിഞ്ഞ് ഫ്രണ്ട് സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇന്നലെയൊക്കെ ആയിട്ട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു മൂന്ന് വണ്ടിയോളം വന്നിട്ടുണ്ട് ഇന്നോവ ടൈപ്പ് കൺവേർഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതും ജസ്റ്റ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മളെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് കുറച്ച് പാച്ച് വർക്ക് അധികം ഉണ്ടായിരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുട്ടിയുടെ ഒരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് റൂഫ് ഡെൻ്റ് ഡാമൊക്കെ തീർത്ത് പ്രൈമർ കോട്ട് ആവാറായി നിൽക്കുന്നു. കുറച്ച് ടൈം എടുത്തൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ അത്. കാരണം വേറെ ഒന്നല്ല, ഡോർമോ ശരിക്കും നല്ല രീതിയിൽ തന്നെ പാച്ചിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് തുരുമ്പിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അടിവശങ്ങളിലൊക്കെ തുരുമ്പായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾക്ക് പുതിയ പീസ് ആഡ് ചെയ്ത് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവിടെ കണ്ടോ, ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്ന പീസുകളാണ്. അതേപോലെ ഇന്നർ സൈഡിൽ ഡോറിൻ്റെ അടിവശങ്ങളിലൊക്കെ നമ്മൾ പീസ് വെക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് എടുത്തു. അപ്പോൾ അതും നമ്മളിപ്പോൾ പ്രൈമർ കോട്ടായി വരുന്നു. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്ളോഗായിരുന്നു. നമ്മളെ XUVയുടെ സ്റ്റാറ്റസും അതേപോലെ ഗ്യാരേജിലെ ജസ്റ്റ് വർക്കിംഗ് സ്റ്റാറ്റസും കസ്റ്റമർക്ക് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് സ്റ്റാറ്റസും ആയിട്ടുള്ള ചെറിയ വ്ളോഗായിരുന്നു. പിന്നെ നമ്മളിവിടെ വന്നിരിക്കുന്ന 3 വണ്ടികളും കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ വീഡിയോ അവർക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ 1 ലക്ഷം എത്താൻ പോകുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.